ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം, നേരിട്ടുള്ള കടം, പ്രത്യക്ഷത്തിലുള്ള കടം, പരോക്ഷമായ കടം, ക്ഷേമനിധികളിൽ നിന്ന്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആശാവർക്കർക്ക് 1000 രൂപ കൂട്ടുക, അംഗൻവാടിക്ക് 1000 കൂട്ടുക. അവരിവിടെ സമരം ചെയ്തപ്പോൾ അവരെ പരിഹസിച്ചാണ്. ആശാവർക്കർമാരെ പരിഹസിച്ചു, അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു. ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാണ്. നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ 1 രൂപ പോലും അത് കൂട്ടിക്കൊടുക്കൂല. ഇപ്പൊ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും 1000 രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇതെല്ലാം ഓർഡറായിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് വരുള്ളൂ. 1 രൂപ കൊടുക്കേണ്ടി വരില്ല ഇവർക്ക്. ഇതെല്ലാം ഓർഡറായി, ഗവൺമെന്റ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റാണ്. എന്നിട്ട് 1000 രൂപ അംഗൻവാടിക്ക് കൂട്ടി, 1000 രൂപ ആശാവർക്കർക്ക് കൂട്ടി, 1000 രൂപ സാക്ഷരതാ പ്രേരകർക്ക് കൂട്ടി. അതെല്ലാത്തിന്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. വളരെ കൗശലത്തോടു കൂടി, വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.